അപ്പോൾ ഇതിൽ ഓൾറെഡി 3000 കിലോമീറ്റർ അയക്കാനാണ് ഇവിടെ ഓയിലിൻ്റെ ഒരു സർവീസിൻ്റെ ചിഹ്നം വരും. അപ്പോൾ ഞാൻ 3000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യുന്നതാണ് റെഗുലറായിട്ട്. ഇപ്പോൾ 61,000 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട് വണ്ടി ഓടിയിട്ട്. 3 വർഷം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി വരുന്നത്. സുസുക്കിയുടെ അവനിസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്കൂട്ടർ ബൈക്കെല്ലാം ഷോറൂമിൽ സർവീസ് ചെയ്യുന്നതും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള വർക്ക്ഷോപ്പിൽ സർവീസ് ചെയ്യുമ്പോഴും എത്രത്തോളം പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി. തൃശ്ശൂർ കുരിയച്ചറുള്ള സർവീസ് സെൻറ്ററിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ വണ്ടി എടുത്ത പിന്നെ ഇവിടെ നിന്ന് മാത്രമാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ വണ്ടി കാലത്ത് കൊടുത്താൽ ഈവനിങ് ആകുമ്പോഴേക്കും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല സർവീസ് കാര്യങ്ങളാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് വണ്ടി കൊടുത്ത്, എന്നാലും ഈവനിങ് ആയപ്പോഴേക്കും വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസിൻ്റെ എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നത് 1500 രൂപയാണ്. അതിന് ഈ ഒരു ബില്ല് നമുക്ക് പുറത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ എത്ര രൂപയാവും ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. മെയിനായിട്ടും വർക്ക് ഉണ്ടായിരുന്നത് ജനറൽ സർവീസാണ്, ഓയിലും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ചെറിയ വർക്കാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ അവിടുത്തെ ബില്ലും കൊണ്ട് എനിക്ക് അറിയുന്ന ഒരു വർക്ക്ഷോപ്പിൽ വീടിൻ്റെ അടുത്ത് വന്നതാണ്. ഇവിടുത്തെ ചേട്ടൻ എനിക്ക് ഓൾറെഡി പരിചയമുള്ളതാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് ഏകദേശം ഒരു 1000 രൂപയുടെ അടുത്താണ് ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് വരിക. അപ്പോൾ അവിടെ എനിക്ക് ഷോറൂമിലായിട്ടുണ്ടായിരുന്ന 1500 രൂപയാണ്. അപ്പോൾ ഏകദേശം 500 രൂപയുടെ വരെ വ്യത്യാസം നമുക്ക് നോർമൽ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതും നമ്മൾ സർവീസ് സെൻ്ററിൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.